കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചാലും. പത്രോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ച് പോകരുത്. സ്തോത്രം. അടുത്ത വാക്യം ശ്രദ്ധിക്കണേ. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിക്കുവാൻ ഇടവരും. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പറയുന്ന ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഒരു അഗ്നിശോധനയെക്കുറിച്ചാണ് പറയുന്നത്. അഗ്നിശോധനയിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് എന്ത് ചെയ്യരുത്, അതിശയിച്ചു പോകരുത്. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? നിങ്ങൾ ശ്രദ്ധിച്ച്, നമ്മുടെ എല്ലാം ക്രിസ്തീയ ജീവിതത്തിനകത്ത് വളരെയധികം ശോധനകൾ കടന്നു വരും. എക്സാമിൻ എന്ന് പറയും അതിന്, പരിശോധന എന്നൊക്കെ പറയാം അല്ലേ. ശോധന കഴിക്കുക എന്നൊക്കെ പറയാം. പരീക്ഷ വേറെ, ശോധന വേറെ. ഇത് രണ്ടും രണ്ടാണ്. സ്തോത്രം. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് എന്ത് ചെയ്യരുത്, അതിശയിച്ച് പോകരുത്. അപ്പം നമ്മുടെ ശോധനയിൽ പലപ്പോഴും അപൂർവങ്ങളായ ചിലത് സംഭവിക്കാറുണ്ട് അല്ലേ. ചിലരുടെ ജീവിതത്തിനകത്ത് ഒരിക്കലും സംഭവിക്കത്തില്ല എന്ന് ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനോ നമ്മുടെ ശരീരത്തിനോ സഹിക്കാൻ കഴിയാത്തതായ ശോധനകൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. അതിന് പത്രോസ് കൊടുത്തിരിക്കുന്ന പേര് അഗ്നിശോധന എന്നാണ് അല്ലേ. അല്ല, സ്തോത്രം. നമ്മൾ തിരുവചനം ശ്രദ്ധിക്കപ്പെടുമ്പോൾ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. ഈ അഗ്നിക്കകത്ത് കടന്നിട്ട് നശിക്കാത്തത് ഒന്നേ ഉള്ളൂ, അത് പൊന്നാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്വർണം, പൊന്ന് അഗ്നിക്കകത്തുകൂടെ കയറിക്കഴിഞ്ഞാൽ ഒരു കാരണവശാൽ അത് നശിക്കത്തില്ല. അത് പിന്നെയും അതിൻ്റെ തനിമ, അതിൻ്റെ മാറ്റ് കൂടിക്കൂടി വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയല്ലേ. വിറകോ മറ്റ് എന്ത് വസ്തുക്കളാണെങ്കിലും തീക്കകത്ത് കയറിയാൽ അത് നശിച്ചു പോകും. എന്നാൽ പൊന്നിനൊരു പ്രത്യേകതയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അത് എത്ര തന്നെ തീക്കകത്തുകൂടെ കയറിപ്പോയാലും അതൊരിക്കലും നഷ്ടമായി പോകത്തില്ല, അതൊരിക്കലും നശിക്കത്തില്ല. അതിൻ്റെ ഭംഗി കൂടിക്കൂടി വരുവാൻ തക്കവണ്ണം ഇടയാകും. അതുകൊണ്ട് കർത്താവിൻ്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ട ദൈവ പദ്ധതിക്കകത്തിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന പ്രതിസന്ധികൾ, വരുന്ന കഷ്ടതകൾ, വരുന്ന ശൂന്യതകൾ, അല്ല സ്തോത്രം, വരുന്ന പ്രതികൂലങ്ങൾ, അത് നമ്മളെ തകർക്കാനുള്ളതല്ല, നമ്മുടെ ഭംഗിയെ വർദ്ധിപ്പിക്കുവാനുള്ളതാണ്. അതുകൊണ്ട് ഈ അഗ്നിശോധനയിൽ ഒരു അപൂർവ കാര്യം വന്നു എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്, ഭയപ്പെടരുത്. സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നു: നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. സ്തോത്രം. അപ്പോൾ നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് നമ്മൾ എന്ത് ചെയ്യണം, വിചാരിക്കണം. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, ഇതിൽ അതിശയിച്ചു പോകാതെ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ആനന്ദിപ്പാൻ ഇടവരും. എന്നെ ശ്രദ്ധിക്കുന്ന ഈ മക്കളോട് ഞാൻ പറയാം, ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന സകല കഷ്ടതകൾക്കും, ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന സകല വേദനകൾക്കും, പ്രയാസങ്ങൾക്കും, ഒറ്റപ്പെടലിനും, മരുഭൂമിക്ക് സമാനമായ അസ്വസ്ഥതകൾക്കും ഒരു ഫലം വരുന്ന ഒരു ദിവസമുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അത് തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ 12 അപ്പോസ്തലന്മാർ ഒരാൾ ഒറ്റിക്കൊടുത്ത് യേശുവിനെ വിട്ട് മാറിപ്പോയി. സ്തോത്രം. ബാക്കി 11 അപ്പോസ്തലന്മാരുണ്ട്. അതിൽ യോഹന്നാൻ മാത്രമാണ് ഒരു സ്വാഭാവിക മരണം യോഹന്നാനാ ലഭിച്ചത്. ബാക്കി എല്ലാവരും ചരിത്രത്തിൽ രക്തസാക്ഷികളായി മാറുകയായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, വേറൊരു അപ്പോസ്തലന്മാരും പത്മോസിന്റെ ഏകാന്തതയിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല. യോഹന്നാൻ അനുഭവിച്ചതുപോലുള്ള പീഡകളോ കഷ്ടതകളോ വേറൊരു അപ്പോസ്തലന്മാരും അത്രത്തോളം അനുഭവിച്ചില്ല. എന്തുകൊണ്ടാണ് പത്മോസിന്റെ ഏകാന്തതയിലേക്ക് യോഹന്നാനെ കടത്തിവിട്ടത് എന്ന് ചോദിച്ചാൽ, വെളിപ്പാടെന്നൊരു തലത്തിനു വേണ്ടിയാണ് ദൈവനെ പത്മോസിലേക്ക് കടത്തുവാൻ തക്കവണ്ണം ഇടവന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവം
ദൈവമക്കളോട് ഞാൻ പറയാം, ആർക്കും വരാത്ത കഷ്ടത, ആർക്കും വരാത്ത ശോധന, ആർക്കും വരാത്ത പ്രതിസന്ധി നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഓർക്കുക, ആർക്കും കൈമാറാത്തൊരു വെളിപ്പാട്, ആർക്കും കൈമാറാത്തൊരു അഭിഷേകം, ആർക്കും കൈമാറാത്തൊരു വാഗ്ദത്വം, ആർക്കും കൈമാറാത്തൊരു ആത്മീക ഭൗതിക നന്മ ദൈവം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് അഗ്നിശോധനയിൽ ഒരു അപൂർവ കാര്യം വരുമെന്ന് ചിന്തിച്ച് നമ്മൾ ഭയപ്പെട്ടു പോകാതെ പ്രാർത്ഥനയിൽ തുടരാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരകൾ തരികയാണ്. അവിടെ നിന്ന് ചെലകടിയിൽ മറച്ചാലും സമസ്ത മേഖലകളെയും ഏൽപ്പിക്കുന്നു. കൂടെ ഇരിക്കണം. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.